ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷാജി കോരാണി എന്നാണ്. ഞാൻ ചിറയൻകീഴിൻ്റെ പ്രദേശത്താണ് ജനിക്കുവാനും വളരുവാനെത്തുന്നത്. ഞാൻ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ വരുവാൻ ദൈവം എനിക്ക് അവസരം തന്ന ആ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയുവാനാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതും ഒരു ഹിന്ദു വിശ്വാസത്തിലാണ്. എൻ്റെ മാതാവും പിതാവും അവരുടെ കുടുംബങ്ങളെല്ലാം ഹിന്ദു വിശ്വാസത്തിലാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ മറ്റു വിശ്വാസത്തിലുള്ള ആരും ഞങ്ങളുടെ കുടുംബത്തിനകത്തില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വിശ്വാസത്തിൽ വരുവാൻ കാരണം എൻ്റെ പിതാവും വളരെ സാമ്പത്തികങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു. സ്വന്തമായിട്ട് വള്ളങ്ങളും കടവുകളും ലോറിയിൽ മണൽ കയറ്റി അയക്കുന്നതും അതുപോലെ മണ്ണ് ആറ്റുന്നെടുത്ത് അതിൻ്റെ ബിസിനസ്സുകൾ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ കാണുന്ന വീട്ടിൽ വന്ന് ജോലിക്കാർ ശമ്പളമായി കൊണ്ടുപോകുന്നതും പിതാവ് ശമ്പളം കൊടുക്കുന്നതും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കണ്ട് ഞങ്ങൾ വളർന്നതാണ്. എന്നാൽ പെട്ടെന്ന് പിതാവിൻ്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ തകർച്ചകൾ വന്നു. വള്ളങ്ങളും കടവുകളൊക്കെ നഷ്ടപ്പെട്ടു, വസ്തുവകൾ നഷ്ടപ്പെട്ടു. അവസാനം ഒരു 5 സെൻറ്റ് വസ്തുവിനകത്ത് ഒരു കൊച്ചു വീട്ടിനകത്ത് ഞങ്ങൾ താമസിക്കുവാനുള്ള ഇടയായി തീർന്നു. അപ്പോഴന്വേഷിക്കുന്നത് എവിടെയാണ് സമാധാനം, എവിടെ പോയാൽ ഇതിനൊരു മാറ്റം ലഭിക്കുമെന്നൊക്കെ ചിന്തിച്ച് അന്ന് പല കാര്യങ്ങളും അവർക്ക് അറിയാവുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്തു. എന്നാൽ യാതൊരു സമാധാനവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ 3 പേരാണ്. എനിക്കൊരു ജ്യേഷ്ഠനും ഒരു അനുജത്തിയുമുണ്ട്. നമ്മൾ 3 പേരും പഠിക്കുകയാണ്. എന്നാൽ എൻ്റെ അവസ്ഥ, ഈ പിതാവ് ചെറിയ ചെറിയ മദ്യപാനങ്ങൾ ആരംഭിച്ച് പിതാവിൻ്റെ സമാധാനത്തിനു വേണ്ടി. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിതാവ് ഒരു മദ്യപനായി മാറി. അതിൽ നിന്ന് പിതാവിനെ തിരിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലേക്കുള്ള മദ്യപാനത്തിലേക്ക് പിതാവ് പോകുവാനിടയിൽ തീർന്നു. വീട്ടിൽ പിതാവ് മദ്യപിച്ചിട്ട് വന്നാൽ ഞങ്ങളെ പഠിക്കാൻ അനുവദിക്കത്തില്ല, ഞങ്ങളെ വേവിച്ചിരിക്കുന്ന കഴിക്കാൻ അനുവദിക്കില്ല. അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ പിതാവ് വീട്ടിലുണ്ടാക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് 9ാം ക്ലാസ് വരെയൊക്കെ സ്കൂളിൽ നന്നായി പഠിച്ചുകൊണ്ടിരുന്നു. 10ാം ക്ലാസ് ചെന്നപ്പോൾ പഠിക്കാൻ കഴിയുന്നില്ല. ഓരോ ദിവസവും വീട്ടിൽ എന്താണ് പ്രശ്നങ്ങൾ, രാത്രി എന്തായിരിക്കും പ്രശ്നം എന്നുള്ള ആ ചിന്തകൾ മനസ്സിനകത്ത് വന്നിട്ട് മാനസികമായിട്ട് വല്ലാത്തൊരു അസ്വസ്ഥതകൾ ജീവിതത്തിൽ കടന്നു വന്നു. പഠിക്കുന്നത് മനസ്സിലാകത്തില്ല. അവിടെ ഞാൻ ശാർക്കര സ്കൂളിലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ 1ാമത്തെ പീരീഡ് കഴിയുമ്പോൾ സാർ ഇറങ്ങുന്ന കൂട്ടത്തിൽ ഞാനും ഇറങ്ങും. എന്നിട്ട് ശാർക്കര പറമ്പിൽ പോയിരുന്ന് അവിടെയുള്ള കിടക്കുന്ന മുറിവീടികളും എടുത്ത് വലിക്കുകയും അതുപോലെ ഈ കല്യാണ മണ്ഡപങ്ങളിൽ പോയി ഭക്ഷണം കഴിച്ചും, ആരും വൈകിട്ട് വീട്ടിൽ വന്നാലൊന്നും കാണത്തില്ല, അങ്ങനെ കഴിച്ച് ദിവസങ്ങൾ തള്ളി നീക്കി അവിടെയുള്ള എല്ലാ തിയേറ്ററുകളിലും പോയി സിനിമകൾ കണ്ടും ചെറിയ പ്രായത്തിൽ തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ജീവിതത്തിൻ്റെ താളങ്ങൾ തെറ്റിത്തുടങ്ങി. ആരെയും അന്വേഷിക്കാനായിട്ട് അങ്ങനെ വീട്ടുകാർ വലിയ അന്വേഷണമില്ല. എല്ലാ ചെറിയ പ്രായത്തിൽ തന്നെ വലിയൊരു ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്യുവാൻ തുടങ്ങി. ബീഡി വലിക്കുക, സിഗരറ്റ് വലിക്കുക, ചെറിയ പ്രായത്തിൽ തന്നെ ചീട്ട് കളിക്കുക, രാത്രി 2-3 മണി വരെ കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് ചീട്ട് കളിക്കുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം ജീവിതത്തിൽ കടന്നു വന്നു. സ്വസ്ഥയില്ല. അങ്ങനെ 10ാം ക്ലാസ് തോറ്റു ഞാൻ ബോംബെയിലേക്ക് നാട് വിട്ടുപോയി. പോകുന്ന സമയത്ത് എന്നോട് നമ്മുടെ നാട്ടിലുള്ള ഒരു മണിയൻ എന്ന് പറയുന്ന ഒരാളെ കൂടെയാണ് ഞാൻ പോകുന്നത്. പുള്ളി അവിടെ എന്നെ ഗുജറാത്തിൽ കൊണ്ട് ചെന്നിട്ട് ഒരു കടയിൽ 1500 രൂപയ്ക്ക് എന്നെ വിറ്റിട്ട് പുള്ളി അവിടെ നിന്ന് പോയി. പിന്നെ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ഗുജറാത്തിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യയുടെ ഏകദേശം പ്രദേശങ്ങളിലൊക്കെ യാത്രകൾ ചെയ്ത് പലയിടത്തും പല കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ നാട്ടിലേക്ക് മടങ്ങി വന്ന സമയത്ത് അറിയുന്നത് എൻ്റെ പിതാവ് ഷാപ്പിലും ബാറിലൊക്കെ പോക്ക് നിർത്തി. അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞ് ഇവിടെ വീട്ടിൽ തന്നെ ഇപ്പം വാറ്റുമുണ്ട്, കുടിയല്ല ഇവിടെയാണ്. അങ്ങനെ വീട്ടിൽ തന്നെ വാറ്റും കുടിയൊക്കെ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ചാരായം എന്തെന്നറിയാൻ വേണ്ടി ഒരു ഗ്ലാസ് എടുത്ത് ഞാനും കുടിച്ച് അവിടെ ഞാൻ വീണു. ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഓർമ്മ വന്നു, ഞാൻ പിന്നെയും കുടിക്കാൻ തുടങ്ങി. കുടിച്ച് എൻ്റെ പിതാവ് എവിടെയെല്ലാം ഷാപ്പിൽ ബാറിലേക്ക് കിടന്നു അതിനേക്കാൾ കൂടുതൽ ചെറിയ പ്രായത്തിൽ കിടക്കുവാനിടയിൽ തീർന്നു.
അങ്ങനെ സ്വലം എൻ്റെ കുടി നിർത്തുവാൻ വേണ്ടി എൻ്റെ അച്ഛൻ കലങ്ങളെല്ലാം അടിച്ചുടച്ചു, വാറ്റ് നിർത്തി, പുള്ളി ചാരായം കുടി നിർത്തി. ഈ സമയത്ത് എന്നെ പിടിക്കാവുന്നതിനപ്പുറമായിട്ട് ഞാൻ മദ്യത്തിന് അടിമയായി തീർന്നു. മദ്യം മാത്രമല്ല, കഞ്ചാവും ചാരയുടെ ഒരുമിച്ച് ചേർത്ത് കുടിക്കുക, അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കടന്നുപോയി. എന്ത് ഹീനമായ പ്രവൃത്തിയും ചെയ്യുവാനായിട്ട് ഒരു മടിയില്ലാതെ ചെറിയ ചെറിയ മോഷണങ്ങൾ, ചാരായം കുടിക്കാണ്ട് ചെറിയ ചെറിയ മോഷണങ്ങൾ ആരംഭിച്ചു. ആ മോഷണം വലിയ മോഷണങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മോഷണത്തിൻ്റെ ഒരു തലം മാറ്റാമെന്ന് കരുതിയിട്ടും 1996-97 കാലഘട്ടങ്ങളിൽ പത്രത്തിൽ വാർത്ത വന്നിട്ടുള്ളതാണ്. ആറ്റിങ്ങലിനും CRP ക്യാമ്പിനും ഇടയിൽ രാത്രിയാകുമ്പോൾ പെൺവേഷം കെട്ടി ഒരു പെണ്ണ് പ്രത്യക്ഷപ്പെടുന്നു. വരുന്ന വണ്ടികളെ കൈ കാണിക്കുന്നു, ആൾക്കാർ ഇറങ്ങുന്നു, അവിടെ ഇങ്ങനെ അടിക്കുന്നു, പൈസ പിടിച്ച് പറിക്കുന്നു. അങ്ങനെ ഉള്ള വാർത്തകൾ നിരവധി നാളുകൾ പത്രത്തിലൂടെയുള്ള എല്ലാ പത്രങ്ങളിലും വാർത്തകൾ വന്നു. ഈ വാർത്ത വന്നിട്ടും ഈ പെൺവേഷം കെട്ടി പിടിച്ചു പറിക്കുന്ന വ്യക്തിയെ പിടിക്കുവാനോ അവരുടെ ടീമിനെ പിടിക്കുവാനോ ഒന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളൊരു കാറിൽ നിന്ന് ഒരു ദിവസം രാത്രി 10,000 രൂപ പിടിച്ചു പറിച്ചു. ആ കാറ് മംഗലാപുരം പോലീസ് സ്റ്റേഷനകത്ത് അവർ ഡ്രൈവർ കേസ് കൊടുത്തിട്ട് അവർ കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഒരു 5 മണിയാകുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്നെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പിടിക്കുവാനായിട്ട് തീർന്നു. പിടിച്ച് മംഗലാപുരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ചെന്നപ്പോൾ നമുക്കറിയാം നടയടി ഉണ്ടെന്നൊക്കെ അറിയാം. അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കൽ നിൽക്കുമ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞു, എന്നെ എടുത്ത് കയറ്റാൻ പറഞ്ഞു. പറയട്ടെ, എന്നെ എടുത്ത് കയറ്റി മാത്രം ഓർമ്മയുണ്ട്. അവരെൻ്റെ ശരീരം മുഴുവൻ അടിച്ച് എൻ്റെ ചവിട്ടി അവിടെ പോലീസ് സ്റ്റേഷനകത്ത് ഇടുവാനിടയിൽ തീർന്നു. രാവിലെ 8 മണിക്കൂർ ഡ്യൂട്ടി മാറി വന്നൊരു പോലീസുകാരൻ എന്താ കേസ് വെച്ചാൽ എന്നെ കാറിന് പിടിച്ചു പറിച്ചിട്ടുണ്ട്, ഇതാണ് പെൺവേഷം കെട്ടി പിടിച്ചു പറിക്കുന്നവരെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ ചവിട്ടുവാനിടയിൽ തീർന്നു. പറയട്ടെ, അന്ന് അവിടെ പിടിച്ചു പറിച്ചുകൊണ്ടിരുന്ന പെൺവേഷം കെട്ടിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ. അവരെന്നെ അവിടെ നിന്ന് അടിച്ചു. രാവിലെ കോടതി കൊണ്ടുവന്നിട്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ വന്ന് എന്നെ ജാമ്യത്തിൽ ഇറക്കുവാനിടയിൽ തീർന്നു. അവിടെ നിന്ന് മംഗലാപുരത്ത് നിന്ന് കോരാണി വരെ ഒരു ഷർട്ട് പോലും ഇടാതെ നടത്തി അവർ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അടുത്ത ദിവസം ഞങ്ങൾ പിടിച്ചു പറിക്കാൻ പോയി. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഇടത് ഭാഗത്തൊരു വേദന, യൂറിൻ്റെ കളർ മാറി ബ്ലഡ് പോകുന്ന അനുഭവത്തിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ചിറയൻകീഴ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കടന്നുപോയി, ഡോക്ടറെ കാണിച്ചു. അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞ് ഇത് ഇങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കേണ്ട, അല്ലെങ്കിൽ വൈദ്യന്മാരെ കൊണ്ട് തടയാൻ അതിനായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ചിറയൻകീഴ് ഞാൻ RV ഹോസ്പിറ്റലിൽ കടന്നു വന്നു. അവിടെയും ഇതുപോലെ തന്നെ പറയുവാനിടയിൽ തീർന്നു. എന്നിട്ട് ചിറയൻകീഴിനടുത്ത് ശാർക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ഞാൻ കടന്നുപോയി. അവിടെയും അതേ ഡോക്ടർ അതുപോലെ തന്നെയാണ് പറഞ്ഞത്, ഇത് നല്ലൊരു വൈദ്യന്മാരെ കൊണ്ട് തടയുന്നതാണ് നല്ലത്. അങ്ങനെ കുറേ അത്യാവശ്യം മരുന്നുകളെല്ലാം ഇവിടെ നിന്ന് എനിക്ക് തന്നു. ഈ മരുന്നെല്ലാം കൊണ്ട് ഞാൻ വീട്ടിൽ വന്നു. ഒരു ദിവസം ഞാൻ ശാർക്കര ഉള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് മടങ്ങി വരുമ്പോൾ ഞാനൊരു വെള്ള പേപ്പർ മേടിച്ച് ഞാനൊരു ലെറ്റർ എഴുതി, കടത്തിണ്ണയിലൊരു ലെറ്റർ എഴുതി, ഞാനിന്ന് രാത്രി ആത്മഹത്യ ചെയ്യും, എൻ്റെ മരണത്തിൽ മറ്റാരും ഉത്തരവാദിയല്ല എന്ന് എഴുതി പോക്കറ്റിട്ടു. വീട്ടിൽ വന്നൊരു കയറ് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ പുറകിലുള്ള ഒരു പറങ്കിമാവിൻ്റെ മൂട്ടിൽ വെച്ചിട്ട് അന്ന് രാത്രി മരിക്കുവാൻ വേണ്ടി ഞാൻ ആ പറങ്കിമാവിൻ്റെ മൂട്ടിൽ പോകുന്ന സമയത്ത് ആ പറങ്കിമാവിൻ്റെ മൂട്ടിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു. ആ മനുഷ്യനോട് മാറുന്നില്ല. ഞാൻ അടുത്ത ദിവസം ഞാൻ പിന്നെയും കടന്നുപോയി. അങ്ങനെ 3 ദിവസം പോയി. 3ാമത്തെ ദിവസം പോയപ്പോഴും ഈ മനുഷ്യൻ അവിടെ ഉണ്ട്. തൊട്ടടുത്തുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് ആ വ്യക്തിയെ എനിക്കറിയാം, ആ മനുഷ്യൻ. എന്നാൽ അവിടെ ആ സമയത്ത് വരേണ്ട ആവശ്യങ്ങളുമില്ല. 4ാമത്തെ ദിവസം ഞാൻ മരിക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ എൻ്റെ 2 സൈഡും തളർന്ന് ഞാൻ ആ റൂമിനകത്ത് കിടക്കുവാനിടയിൽ തീർന്നു. അങ്ങനെ ദീർഘ ദിവസങ്ങൾ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ ഞാൻ ആ റൂമിനകത്ത് കിടക്കുന്ന സമയത്ത് എൻ്റെ ബന്ധുക്കളും പലരും വന്ന് എന്നെ കഴുകി വൃത്തിയാക്കി തുടക്കുകയും എൻ്റെ സ്നേഹിതന്മാർ, അത്യാവശ്യം ചില സ്നേഹിതന്മാർ വന്ന് കാണുകയൊക്കെ ഇടയായി തീർന്നു. അവസാനം എല്ലാം എഴുന്നേൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ എൻ്റെ സ്നേഹിതന്മാരെല്ലാം എന്നെ വിട്ടുപോയി. എന്നോടൊപ്പം രാത്രി പെൺവേഷം കെട്ടിയവരും കളിച്ചവരും ചാരായം കുടിച്ചവരും ഒരുമിച്ച് അടിപിടി അക്രമങ്ങൾ ഉണ്ടാക്കിയവരെല്ലാം എന്നെ വിട്ട് കടന്നുപോയി. ഞാൻ ഒറ്റയ്ക്ക് ആ റൂമിൽ ഞാൻ മാസങ്ങളോളം കിടക്കേണ്ടി വന്നു. കിടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ദേശത്ത് പെന്തക്കോസ്തുകാരോ CSIക്കാരോ അങ്ങനെ ക്രിസ്ത്യൻസ് എന്ന് പറയത്തക്ക നിലവാരത്തിൽ ആരുമില്ല. ഞങ്ങൾക്ക് ആരെയും പരിചയമില്ല. എനിക്കിപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന ഇന്ദിര എന്ന് പറയുന്നൊരു മാതാവ് ഞാൻ ഈ രോഗാവസ്ഥയിൽ കിടക്കുന്ന അറിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, യേശുവിൽ വിശ്വസിച്ചാൽ നീ ഇവിടെ എഴുന്നേൽക്കും. അപ്പോൾ അവരിത് മാത്രമാണ്, മറ്റു സുവിശേഷം എന്ന് പറയുന്നില്ല, യേശുവിൽ വിശ്വസിച്ചാൽ ഇവിടെ നിന്ന് എഴുന്നേൽക്കും. അങ്ങനെ അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഹിന്ദുക്കളാണ്, നമുക്കിനി അങ്ങനെ മതം മാറാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തി ഞാൻ പറഞ്ഞു വിട്ടു. അടുത്ത ദിവസം ഒരു 3 മണിയായപ്പോൾ അവർ പിന്നെയും വന്നിട്ട് അവർ പറഞ്ഞു, യേശുവിൽ വിശ്വസിച്ചാൽ നീ ഇവിടെ നിന്ന് എഴുന്നേൽക്കും.
അന്ന് ഞാൻ അതുപോലെ പറഞ്ഞു. മൂന്നാമത്തെ ദിവസം അവർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എൻ്റെ രോഗം മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അവർ പറയുന്നത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ചാടി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ഇവിടെ പ്രാർത്ഥിക്കണ്ട, എനിക്ക് നന്നായി സംസാരിക്കാം, ഞാൻ കൈകാലം അനങ്ങത്തില്ലെന്നേ ഉള്ളൂ, ഇവിടെ പ്രാർത്ഥിക്കേണ്ട, ആ പ്രാർത്ഥനാ സ്ഥലത്ത് തന്നെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. അങ്ങനെ അവർ പിറ്റേ ദിവസം ഞായറാഴ്ച വന്ന് ഒരു ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് ഇന്ദിര എന്ന് പറയുന്ന മാതാവും അവരുടെ 2 മക്കളും ഭർത്താവ് കൊച്ചു ചെറുക്കനും, അതാണ് ഭർത്താവിൻ്റെ പേരും, അവരും കൂടെ വന്ന് എന്നെ പൊക്കിയെടുത്ത് ഓട്ടോയ്ക്കകത്ത് വെച്ച് എന്നെ ആ പ്രാർത്ഥന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു കൊച്ചു റൂമിനകത്ത് കുറേ ആൾക്കാർ ഞെരുങ്ങിയിരിക്കുന്നു. ഞാൻ പള്ളിയിൽ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ ചിന്ത അവിടെ യേശുവിൻ്റെ പ്രതിമയും മെഴുകുതിരി കത്തിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെയാണ് ചിന്തിച്ചു പോകുന്നത്. പക്ഷേ അതിനപ്പുറമായിട്ടൊരു കൊച്ചു റൂമിനകത്ത് കുറേ ആൾക്കാരൊന്ന് പ്രാർത്ഥിക്കുക. അവിടെ കൊണ്ട് ചുമരോട് ചാരി എന്നെയും ഇരുത്തി. ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ആൾക്കാരെല്ലാം ഇങ്ങനെ കരയുന്നു, വിളിക്കുന്നു, എന്തൊക്കെ ഭാഷകൾ പറയുന്നു. എനിക്കിന്ന് നല്ല ഓർമ്മയുണ്ട്. ആ അവിടുത്തെ പാസ് രണ്ടാമതൊരു പാട്ട് പാടി, സ്വർഗ്ഗനാട്ടിലും പ്രിയന്നുള്ള പാട്ട് പാടുന്ന സമയത്ത് ഒരു പ്രത്യേക ശക്തി വന്ന് എൻ്റെ മേലിറങ്ങി. അത് അന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇന്ന് നമുക്കറിയാം. 2-3 പേർ കൂടി ഇവിടെ മധ്യത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. ആ ശക്തി വന്ന് ഇറങ്ങി ഞാൻ കരയുവാൻ തുടങ്ങി. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ഓടി വന്ന് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് പിന്നെ മേശരെടുത്ത് ചെന്ന് ബൈബിളൊന്നും അറിയത്തില്ല, ബൈബിൾ തുറന്നു. പുള്ളി 1-ാം സങ്കീർത്തനം, അത് പിന്നെയാണ് മനസ്സിലാകുന്നത്, 1-ാം സങ്കീർത്തനം പ്രസംഗിച്ചത് ഇങ്ങനെയാണ്. എന്നെക്കുറിച്ചുള്ള സകല വിവരങ്ങളും അതെല്ലാം പിന്നത്തിൽ മനസ്സിലെല്ലാം പ്രവചന ദൂതുകളായിരുന്നു എന്നുള്ളത്. ഇതെല്ലാം പുള്ളി പ്രസംഗിച്ചു. പ്രസംഗമെല്ലാം കഴിഞ്ഞു, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. എനിക്കൊരു ഉപ്പി വെള്ളവും എണ്ണയും പ്രാർത്ഥിച്ചു തന്നു. അത് വേദന ഉള്ള സമയത്ത് എണ്ണ സ്ഥലത്തൊക്കെ പുരട്ടുക, വെള്ളം കുടിക്കുക എന്നൊക്കെ പറഞ്ഞു തിരിച്ച് ആ ഓട്ടോയ്ക്കകത്ത് തന്നെ കയറ്റി എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. 2-ാമത്തെ ആഴ്ച അവിടെ കൊണ്ടുവന്ന് എന്നെ ഇരുത്തി. അന്നൊരു സാന്നിധ്യമില്ല, ശക്തിയില്ല, ഒന്നുമില്ല. അവരെന്നെ അതുപോലെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. 3-ാമത്തെ ആഴ്ച പിന്നെയും കൊണ്ടുപോയി. 4-ാമത്തെ ആഴ്ച എന്നെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കിതിനോടൊന്നും വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ പോകാതെ വീട്ടിൽ കിടന്നു. ആ ഞായറാഴ്ച കഴിഞ്ഞു. ആ വ്യാഴാഴ്ച എത്തിയപ്പോൾ ഞാൻ എത്ര എൻ്റെ ശരീരത്ത് വേദന അനുഭവിക്കുന്ന അതിനേക്കാൾ ഒരു 100 മടങ്ങ് വേദന അന്ന് രാത്രി എൻ്റെ ശരീരത്ത് വന്നു. വരുന്ന സമയത്ത് ഒരു കറുത്ത മനുഷ്യൻ എൻ്റെ റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി നീ മരിക്കും, നിനക്ക് ഇന്ന രോഗങ്ങളുണ്ടെന്ന് എണ്ണി പറയുവാണ്ടേ തീർന്നു. അപ്പോൾ പാസ് എന്ന വെള്ളവും എണ്ണയും തീർന്നു. ഡോക്ടർമാരെന്ന ഗുളിക മരുന്നും കഴിഞ്ഞു. എടുത്ത് തരാനിട്ട് ആരുമില്ല. ഒന്നും കഴിയാത്തൊരനുഭവത്തിൽ ഞാനവിടെ കിടക്കുകയാണ്. എനിക്ക് നല്ല ഭയമുണ്ടായി. ഇന്ന് രാത്രി ഞാൻ മരിക്കും എന്നുള്ള ഉറപ്പ് എനിക്കുമുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അനങ്ങാൻ കഴിയത്തില്ല. പക്ഷേ നീന്തി നിരങ്ങി ഞാൻ ചുമരോട് ചേർന്ന് പള്ളിയിൽ എങ്ങനെ ഇരുന്നു അതുപോലെ ഇരുന്നിട്ട് മണിക്കൂർ സമയമെടുത്താണ് അങ്ങനെ ഇരുന്നിട്ട് ഞാൻ പ്രാർത്ഥനയാണോ കരച്ചിലെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, യേശുവേ, നീ ജീവിക്കുന്ന ദൈവമെന്ന് ഈ പാസ്റ്റർമാർ പറയുന്നു. ഞാൻ പോയ പള്ളിയിലെ പാസ്റ്ററും പറഞ്ഞു നീ ജീവിക്കുന്ന ദൈവമാണെന്നും. അങ്ങനെ ഒരു ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി നീ എൻ്റെ അടുത്ത് ഇറങ്ങി വരണം. ഞാൻ നിൻ്റെ മകനായി ജീവിക്കുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതും ഞാൻ മാസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ട്. പക്ഷേ അന്ന് രാത്രി ഇത് പ്രാർത്ഥനയാണോ സമർപ്പണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞ് അന്ന് രാത്രി ചില മിനിറ്റുകൾ കഴിഞ്ഞ് സുഖമായിട്ട് ഞാൻ ഉറങ്ങി. ഉറങ്ങുന്ന സമയത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, എൻ്റെ മുന്നിൽ ഒരു വലിയൊരു സ്ക്രീൻ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കകത്ത് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാൻ എത്തുന്നു. അവിടെ കിടക്കുന്നു ഒരു വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ധരിച്ചൊരു മനുഷ്യൻ വന്നു. കയ്യിൽ വലിയ പാത്രമുണ്ട്, അതിൽ പഞ്ഞി, തുണികൾ, കത്തിരി, ഇതെല്ലാം കൊണ്ട് എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് ഇരുന്നു. എൻ്റെ പഴുപ്പും വേദനയുള്ള ഭാഗങ്ങളെല്ലാം ഈ സ്ക്രീനിൽ കാണിച്ചു. ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടുകൊണ്ട് കിടക്കുന്ന സമയത്ത് അവിടെ എല്ലാം ഈ മനുഷ്യൻ വെട്ടി വൃത്തിയാക്കി പഞ്ഞി കൊണ്ട് തുടച്ചു, പുതിയ പഞ്ഞികൾ വെച്ചു, പുതിയ തുണി വെച്ച് ചുറ്റിക്കെട്ടി 2 കൈ കൊണ്ട് താങ്ങിയെടുത്ത് മറ്റൊരു കട്ടിലേക്ക് കിടത്തുന്ന ഒരു രംഗം ഞാൻ കാണുവാനിടയിൽ തോന്നും. ഇത് സ്വപ്നമാണോ ദർശനമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അന്ന് രാത്രി ഞാൻ ചാടി എഴുന്നിട്ട് നിന്നു. എന്നിട്ട് ഞാൻ ബാത്റൂമിലേക്ക് ഓടി. ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വരുന്നില്ല. ഞാൻ തിരിച്ചു ഓടി വന്ന ആ പരമ്പിൽ മുട്ടുമടക്കി 2 കൈ ഉയർത്തിപ്പിടിച്ച് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയെന്നറിയത്തില്ല, 2 കൈ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഉയരുന്നൊരു ശബ്ദം കേട്ടു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നും. ഈ ശബ്ദം കേട്ടു. ഞാൻ കരഞ്ഞു. കുറേ സമയം ഞാൻ അവിടെ ഇരുന്ന് ആ പരമ്പിലിരുന്ന് കരഞ്ഞു. പിന്നെ കിടന്നു ഉറങ്ങി. പിറ്റേ ഞായറാഴ്ച ഞാൻ നടന്ന് പള്ളിയിൽ പോകുവാനായി തോന്നും. ചിറയൻകീഴ് ഷാരോൺ ഫിലോഷിപ്പ് ചർച്ചിൽ അവിടെ നടന്നുപോയി. എൻ്റെ ചർച്ചിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ നടന്നുപോയി. അവിടുത്തെ അന്നത്തെ പാസ്റ്റർ പേര് വിൽസൺ സി ജോസഫ് എന്നാണ്. ഇപ്പോൾ ആ ദൈവാസൻ്റെ മകനാണ് അവിടെ ആരാ നടത്തുന്നത്, ജോസ് വിൽസൺ. അവരുടെ ചർച്ചിൽ കടന്നു പോകാനായിട്ട് ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. അങ്ങനെ അടുത്ത മിക്ക ദിവസങ്ങളിലും ഞായറാഴ്ചകൾ മുടങ്ങാതെ ഞാൻ പിന്നെ ആരാധനയ്ക്ക് അവിടെ കടന്നു പോകാനും
ആ സമയത്തെല്ലാം എനിക്ക് സാക്ഷ്യം പറയുന്ന സമയം തരും. സാക്ഷ്യം പറയാൻ അറിയത്തില്ല, നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വരുവാനിടയിൽ തീർന്നു. പറയട്ടെ, അടുത്ത ദിവസങ്ങൾ കഴിഞ്ഞു. എനിക്ക് സ്നാനപ്പെടണമെന്ന് വേദപുസ്തകം വായിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ സ്നാനം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് സ്നാനപ്പെട്ടു. ഞാൻ രക്ഷിക്കപ്പെട്ട് പള്ളിയിൽ പോയിട്ട് വന്നതിൻ്റെ അന്ന് ഉച്ചയ്ക്ക് 3:30 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് പുറത്താകുവാനിടയിൽ തീർന്നു. പുറത്തായി ഞാൻ ഹല്ലേലൂയ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ കഴിയാതെ ദീർഘനാളുകൾ, ഏകദേശം ഒരു 10 വർഷത്തോളം എനിക്ക് വീട്ടിൽ കയറാൻ കഴിയാതെ, വീട്ടിൽ കയറ്റാതെ എൻ്റെ മാതാപിതാക്കളൊക്കെ എന്നെ പുറത്താക്കുവാനിടയായി തീർന്നു. പറയട്ടെ, ഞാൻ 96 മുതൽ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മയാണ് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നത്. 96 മുതൽ ഞാൻ എൻ്റെ അമ്മ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. 2019 ജൂൺ മാസം 14-ാം തീയതി ഞായറാഴ്ച എൻ്റെ അമ്മയെ എനിക്ക് സ്നാനപ്പെടുത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. ഈ വിശ്വാസത്തിൽ വന്ന ശേഷം എനിക്ക് എന്നെ ദൈവം മാനിച്ചു. എനിക്ക് നല്ലൊരു ജോലി ദൈവം തന്നു. ഏകദേശം 35,000 ശമ്പളമുള്ള ഒരു ജോലി ദൈവം എനിക്ക് തന്നു. ഒരു ദിവസം കമ്പനി ഫുഡ്, കമ്പനി ക്വാർട്ടേഴ്സ്, കമ്പനി വണ്ടി, ഇതെല്ലാം കമ്പനി ഫ്രീ ആണ്. അങ്ങനെ ഒരു ജോലി ദൈവം എനിക്ക് തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കമ്പനി ക്വാർട്ടേഴ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഈ ജോലി വിട്ട് പൂർണ്ണസമയം നീ കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന്. 1 മണിക്ക് ദൈവശബ്ദം കേൾക്കുന്നു. 3 മണിക്ക് ജോലി വിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് പൂർണ്ണസമയം ഇറങ്ങുവാൻ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. പറയട്ടെ, അനവധി കഷ്ടതകൾ, ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ, ഒരു നേരം നന്നായിട്ട് ആഹാരം കഴിക്കുവാനോ നല്ല വസ്ത്രം ധരിക്കുവാനോ ഒന്നിനും കഴിയാതെ നിരവധി നാളുകൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയ ശേഷം അനവധി കഷ്ടതകൾ കൂടി കടന്നു പോകേണ്ടി വന്നു. അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം നമ്മോടുകൂടെ ഉണ്ടായിരുന്നു. ദൈവം കൈവിടാതെ നടത്തി. അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം ഭാഗ്യം ചെയ്തു. നിരവധി ശോധനാഘട്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. വളരെ നാട്ടിലെല്ലാം ഒറ്റപ്പെടുത്തലുകളും കുടുംബത്തിലെ ഒറ്റപ്പെടുത്തലുകളും. ഞങ്ങളുടെ ദേശത്തിലെ ആദ്യത്തെ ഒരു പെന്തക്കോസ്തുകാരനാണ് ഞാൻ. ഒരു കല്യാണത്തിൽ വിളിക്കത്തില്ല, ഒരു മരണവീട്ടിൽ പോകാൻ കഴിയത്തില്ല. ഒരു വല്ലാത്തൊരു അനുഭവത്തിൽ കൂടെ ഞങ്ങളുടെ ദേശത്ത് ഞങ്ങൾ കടന്നു പോകേണ്ടി വന്നു. പക്ഷേ കാലങ്ങളങ്ങോട്ട് കടന്നപ്പോൾ ദൈവാസ്ഥിതികൾക്കെല്ലാം നമ്മുടെ ദേശത്ത് ദൈവം മാറ്റം തന്നു. പറയട്ടെ, ഒരു അഗ്നിശോധന ജീവിതത്തിൽ കടന്നു വന്നു. വിശ്വാസം തള്ളിപ്പറഞ്ഞിട്ട് പോകത്തക്ക നിലവാരത്തിലുള്ള ശോധനകൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എൻ്റെ മൂത്ത മകൾക്ക് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു പനി വന്നു. ഈ പനി വന്നു വളരെ ക്ഷീണിതാവസ്ഥയായി. ഞങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. രാത്രി അത്യാവശ്യം മരുന്നുകളൊക്കെ ഞങ്ങൾ കൊടുത്തു. എങ്കിലും രാത്രി ഒരു 12 മണി എടുക്കുന്ന സമയത്ത് എൻ്റെ മകൾ എൻ്റെ മടിയിൽ കിടന്നു മരിച്ചുപോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങളിത് കുഞ്ഞ് മരിച്ചാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ ചിറയൻകീഴ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോയി. അവിടെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു കുഞ്ഞ് മരിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, ഞങ്ങളുടെ പാസ്റ്റർ മകനും ഞങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ സ്വല്ല അവിടെ കൂട്ടം നിലവിളിയായി. ഭാര്യ ആശുപത്രിയുടെ വരാന്തയിൽ കിടന്ന് നിലവിളിക്കുവാൻ തുടങ്ങി. അങ്ങനെ നിലവിളി കേട്ടുകൊണ്ട് അവിടെ നിന്ന് ഒരു നഴ്സ് ഇറങ്ങി വന്നു. ഞങ്ങളുടെ മാതൃ ചർച്ചിലെ ഒരു വിശ്വാസിയാണ്. അവർ ഡോക്ടറുമായിട്ട് സംസാരിച്ച് പോസ്റ്റ് പറഞ്ഞിട്ട് ബോഡി വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറുമായിട്ടൊക്കെ കുറേ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് രാത്രി ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഞങ്ങൾക്ക് വിട്ടു തന്നു. എന്നാൽ ഈ ബോഡി കൊണ്ടുവരുവാനായിട്ട്, മോളെ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് വാഹനമില്ല. ഞങ്ങൾ അവിടെ ബോഡി എടുത്ത് എൻ്റെ തോളത്തിട്ടിട്ട് എൻ്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചു പാസ്റ്റർ മകനുമായിട്ട് ഞങ്ങൾ ചിറയൻകീഴ് റോട്ടിലിറങ്ങി ആശുപത്രി വെളിയിൽ. അവിടെ രാത്രി അത്യാവശ്യം ഓട്ടം പോകാനൊക്കെ കിടക്കുന്ന, മെഡിക്കലിലൊക്കെ ഓട്ടം പോകാൻ കിടക്കുന്ന കാറുകളുണ്ട്. അതിലൊരു കാർ ചെന്ന് കയറി. ആ കാറിൽ കയറുന്ന സമയത്ത് എൻ്റെ ഭാര്യ ആ കാറിൽ നിന്ന് കരഞ്ഞു. അപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞത് ജഡം കൊണ്ടുപോകുന്ന കാറില്ല, ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ആ കാറിൽ നിന്ന് ഇറക്കി വിട്ടു. അടുത്ത മറ്റൊരു കാറിൽ കയറി ഞങ്ങൾ 3 പേരും കൂടി. ബോഡി എൻ്റെ തോളത്ത് ഉണ്ട്. ഞങ്ങളെ ആ കാറിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു. അങ്ങനെ 3 കാറിൽ നിന്ന് ഞങ്ങളെ അന്ന് രാത്രി ഇറക്കി വിട്ടു. ഞങ്ങളുടെ പാസ്റ്റർക്കും വണ്ടിയില്ലാത്ത, അന്ന് വണ്ടിയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നടുറോട്ടിൽ ഒരു വെളുപ്പിന് 4 മണി സമയത്ത് ആ നടുറോട്ടിലിരുന്ന് ഈ ബോഡിയുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനും കരയാനും തുടങ്ങി. പെട്ടെന്നൊരു കാർ വന്ന് നിന്നു. അതിൽ ഞങ്ങൾ ബോഡി കയറ്റി എൻ്റെ ഭാര്യയുടെ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്ന് കുഞ്ഞിനെ കിടത്തി കൂട്ടം നിലവിളിയായി. എൻ്റെ ഭാര്യയുടെ ആൾക്കാരെല്ലാം ഓടി വന്നു. എൻ്റെ ഭാര്യ റൂമിനകത്തിട്ട് ഒരു തല്ലി. എൻ്റെ പിതാവ് വന്നിട്ട് എന്നെ പിടിച്ച് തല്ലിയിട്ട് അടുത്ത പുരടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ പിറ്റേന്ന് 3 മണിക്ക് ഈ ബോഡി അടക്കുന്ന സമയം വരെ എൻ്റെ പിതാവ് ഈ ബോഡി എന്നെ കാണിക്കുവാൻ അനുവദിച്ചില്ല, എൻ്റെ ഭാര്യയെ കാണിക്കുവാൻ അനുവദിച്ചില്ല. 3 മണിയായപ്പോൾ ബോഡി അടക്കി. എല്ലാവരും കടന്നുപോയി.
രാത്രി 12-1 മണിയാകുന്ന സമയത്ത് എൻ്റെ ഭാര്യ അലറി വിളിച്ചുകൊണ്ട് എഴുന്നേൽക്കും. എഴുന്നേറ്റ് കുഴിയെടുക്കേക്ക് ഓടും. അങ്ങനെ അവളുടെ മാനസിക നില തെറ്റിയ അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ കടന്നുപോയി. എന്നാൽ ഞങ്ങൾ പിന്നെ ആ വീട്ടിൽ താമസിക്കാൻ കഴിയാതെ ഞങ്ങൾ കമ്മ്യൂണിറ്റി ക്വാർട്ടേഴ്സിലേക്ക് മടങ്ങി. അവിടെ ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും കരച്ചിലും മാനസിക നില തെറ്റിയ ഒരു അനുഭവമായിരുന്നു. എന്നാൽ ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ച സമയത്ത് ദൈവം അവളെ സൗഖ്യമാക്കി. അവിടെ വെച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പിന്നെയും പറഞ്ഞു, നീ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ ദൈവം നിന്നെ മാനിക്കും എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടു. ഒരു വസ്തു ഞങ്ങൾ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് കണ്ടു. അത് വാങ്ങുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു. ദൈവം ദർശനം നിന്ന് ആ വസ്തു വാങ്ങുന്നതായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങൾ ആ വസ്തുവിന് വേണ്ടി പ്രാർത്ഥിച്ചു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ നമുക്കത് വാങ്ങുവാനായിട്ട് ദൈവം ഭാഗ്യം ചെയ്തു. അവിടെ ആ വസ്തുവിൻ്റെ സാക്ഷ്യമെന്ന് പറയുന്നത്, എൻ്റെ മകൾ മരിച്ചപ്പോൾ ഞാൻ വീണ് കിടന്ന് കരഞ്ഞ, എൻ്റെ പപ്പ എന്നെ എടുത്ത് എറിഞ്ഞ, ഞാൻ കിടന്ന് കരഞ്ഞതായ ആ വസ്തുവാണ് വാങ്ങുവാൻ ദൈവം ഭാഗ്യം ചെയ്തത്. അത് അവിടെയാണ് ഇപ്പോൾ ചർച്ചയിരിക്കുന്നത്, പ്രവർത്തനങ്ങൾ നടക്കുന്ന അവിടെയാണ്. ദൈവം അങ്ങനെ എവിടെയെല്ലാം നമ്മൾ നിന്ദിക്കപ്പെട്ടു അവിടെയെല്ലാം മാനിക്കപ്പെടുവാനായിത്തീർന്നു. അനേകർ രക്ഷയിൽ വരുവാനായിത്തീർന്നു. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭാര്യയുടെ കുടുംബത്തിലുമുള്ള അനേക രക്ഷയിൽ വന്നു. അനേകരെ സ്നാനപ്പെടുത്തുവാൻ ദൈവം ഭാഗ്യം ചെയ്തു. ദൈവം എനിക്ക് 2 മക്കളെ ദാനമായി തന്നു. അതിൽ മോൻ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞങ്ങളോടൊപ്പം കർത്താവിൻ്റെ വേലയിലാണ്. മോള് അവളുടെ പഠനം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞു. മലപ്പുറത്ത് IPCയുടെ ശുശ്രൂഷകരായിട്ട് വിവാഹം കഴിഞ്ഞവരായിരിക്കുന്നു. എവിടെയെല്ലാം നമ്മൾ നിന്ദിക്കപ്പെട്ടോ, എവിടെയെല്ലാം നമ്മൾ തലകുനിക്കേണ്ടി വന്നോ അവിടെയെല്ലാം ദൈവം നമ്മളെ മാനിക്കുവാനിടയിൽ തീർന്നു. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ എവിടെ നിന്ദിക്കപ്പെട്ടുണ്ടോ അവിടെ നമ്മളെ മാനിപ്പാൻ ശക്തനാണ്. ഏത് രോഗാവസ്ഥയിലും, ഏത് പ്രശ്നത്തിലാണ്, ഏത് പ്രതിസന്ധിയിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിലും അവിടുന്ന് നിങ്ങളെ വിടിവിക്കുവാൻ ദൈവശക്തനാണ്. ഇന്ന് ഞാൻ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒരുപക്ഷെ ഈ വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഹല്ലേലൂയ നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, എന്ന് പറയാം, ശത്രുക്കളെ മധ്യേ മേശ ഒരുക്കുന്ന ദൈവം, നമ്മളെ മാനിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. കൈവിടില്ല. എന്നെ അനുഗ്രഹിച്ച ദൈവം, എന്നെ മാനിച്ച ദൈവം നിങ്ങളെ മാനിപ്പാൻ ശക്തനാണ്. ഒരുപാട് രാജ്യങ്ങൾ, പല രാജ്യങ്ങളിൽ കടന്നു പോകുവാനും ഇന്ത്യക്കകത്തും പുറത്തും പോയി ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം ചെയ്തു. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ ദൈവം ഇതുവരെ നടത്തുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ദൈവം ഈ സാക്ഷ്യങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.